നമസ്കാരം. ഗസയിലെ മാനുഷിക പ്രതിസന്ധിയിൽ ഇസ്രായേലിന്റെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അതായത് ICJ വാദം കേൾക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് എന്ന വാർത്ത ഇന്ന് രാവിലെ മുതൽ തന്നെ എല്ലായിടത്തും പുറത്തുവരുന്നുണ്ട്. ഗസയിലേക്കുള്ള ആവശ്യ സാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കുന്നതിനുള്ള ഇസ്രായേലിന്റെ ഉത്തരവാദിത്വം വിലയിരുത്തണമെന്ന് കഴിഞ്ഞ വർഷം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ICJ ഈ വാദം കേൾക്കുന്നത്. തിങ്കളാഴ്ച ഹേഗിൽ ആരംഭിച്ച വാദം കേൾക്കാൻ ഈ ആഴ്ച മുഴുവൻ നീണ്ടു നിൽക്കുമെന്നാണ് പറയുന്നത്. 18 മാസമായി തുടരുന്ന കൂട്ടക്കുരുതിക്കൊപ്പം തന്നെ ഗസയിലേക്കുള്ള സഹായങ്ങളെല്ലാം തന്നെ തടഞ്ഞ ഇസ്രായേൽ ക്രൂരതയുടെ ഫലമായി ഭക്ഷണത്തിനും വെള്ളത്തിനും മരുന്നിനും ഇന്ധനത്തിനും കടുത്ത ക്ഷാമമാണ് ഫലസ്തീൻ ജനത അനുഭവിക്കുന്നത് എന്നുകൂടി പറയുന്നു. വരുന്ന 5 ദിവസങ്ങളിൽ US, ചൈന, ഫ്രാൻസ്, റഷ്യ, സൗദി അറേബ്യ അടക്കമുള്ള 38 രാജ്യങ്ങൾ ICJയുടെ 15 അംഗ പാനലിന് മുന്നിൽ തന്നെ തങ്ങളുടെ വാദം നിരത്തും എന്ന് പറയുന്നു. ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായാണോ അല്ലയോ എന്നത് മുൻനിർത്തി ഈ രാജ്യങ്ങൾ നിലപാട് അറിയിക്കുമെന്നും പറയുന്നുണ്ട്. ഗസയിലേക്ക് സഹായം എത്തിക്കുന്നത് ഉറപ്പാക്കാനുള്ള ഇസ്രായേലിന്റെ ബാധ്യതകളെ കുറിച്ച് ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ്സ്, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ, ആഫ്രിക്കൻ യൂണിയൻ എന്നിവയും തങ്ങളുടെ വാദങ്ങൾ അവതരിപ്പിക്കും. ഒരു യുദ്ധായുധമൊന്നും തന്നെ ഇസ്രായേൽ ഗസയിലേക്കുള്ള സഹായം തടയുകയാണെന്ന് ഉന്നത ഫലസ്തീൻ ഉദ്യോഗസ്ഥൻ അമ്മമാർ ഇജാസി ജഡ്ജിമാരോട് പറഞ്ഞു. ഇതാണ് സത്യം. അവിടെ പട്ടിണിയാണ്. മാനുഷിക സഹായം തടയലിന് ഇസ്രായേൽ ഒരു യുദ്ധായുധമായി തന്നെ ഉപയോഗിക്കുകയാണ്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ വാക്കുകളാണ്. മാർച്ച് 2-ന് ഇസ്രായേൽ ഗസയിൽ ഏർപ്പെടുത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ ഉപരോധത്തിന് ശേഷം 23 ലക്ഷത്തോളം വരുന്ന നിവാസികൾക്ക് ഭക്ഷണമോ വൈദ്യസഹായമോ എത്തിയിട്ടില്ലെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം 2 മാസത്തെ വെടിനിർത്തൽ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ അവസാനിപ്പിച്ച് ഇസ്രായേൽ ആക്രമണം പുനരാരംഭിക്കുകയും ചെയ്തു. വിഷയത്തിൽ മുൻഗണനാടിസ്ഥാനത്തിലായും അടിയന്തരമായും നിർദ്ദേശം നൽകാൻ ഐക്യരാഷ്ട്രസഭ ICJയെ ചുമതലപ്പെടുത്തിയിരുന്നതായും പറയുന്നു. അതേസമയം ICJ എന്ത് നിലപാട് സ്വീകരിച്ചാലും ഇത് ഇസ്രായേൽ അംഗീകരിക്കാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തലിൽ പറയുന്നത്. ICJയുടെയോ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെയോ മറ്റ് അന്താരാഷ്ട്ര നിയമ സ്ഥാപനങ്ങളുടെയോ മുൻ വിധിനായകങ്ങളുടെ തന്നെ കാര്യത്തിൽ എന്ന പോലെ ഒരു കാര്യം പോലും ഉറച്ചു നിൽക്കുന്നില്ല. ഈ വിധിയുടെയും ഇസ്രായേൽ അവഗണിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. പ്രത്യേകിച്ച് അൽ ജസീറ ഇംഗ്ലീഷ് കറസ്പോണ്ടന്റ് റൂഡി ചാൾസ് പറയുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ നടപടികൾക്കെതിരെ അന്താരാഷ്ട്ര കോടതികൾക്ക് മുൻപ് വിധി പുറപ്പെടുവിച്ചിട്ടുള്ളതിനാൽ തന്നെ അവരുടെ മേൽ സമ്മർദ്ദം ഏറുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഷയത്തിൽ ICJ ഇരു രാജ്യങ്ങളുടെയും ഭരണകർത്താക്കളുടെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും നിലപാടുകൾ കേൾക്കും. എന്നാൽ ഇസ്രായേൽ പ്രതിനിധികളിൽ നിന്ന് നേരിട്ട് മറുപടി ലഭിക്കില്ല. കാരണം രേഖാമൂലമുള്ള നിർദ്ദേശങ്ങളും എതിർപ്പുകളും ഇതിനോടകം ഇസ്രായേൽ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിനിടെ ICJയിലെ വാദം കേൾക്കാനെതിരെ തന്നെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രി ഗിഡിയൻ സാർ രംഗത്തെത്തി. വിചാരണ ചെയ്യപ്പെടേണ്ടത് ഇസ്രായേൽ അല്ല, ഐക്യരാഷ്ട്രസഭയും UNRWAയുമാണ്. ഇതായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ലബനാൻ തലസ്ഥാനമായ ബെയ്റൂത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനെതിരെ വ്യാപക പ്രതിഷേധം തന്നെ ഉയരുന്നു. കഴിഞ്ഞ വർഷം നവംബറിൽ രൂപപ്പെടുത്തിയ വെടിനിർത്തൽ കരാർ ലംഘിച്ചു തന്നെയാണ് ദക്ഷിണ ബെയ്റൂത്തിലെ കെട്ടിടത്തിന് നേരെ ഞായറാഴ്ച ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്.